ഏറ്റവും സിമ്പിളായിട്ട് നല്ല നാടൻ രുചിയിൽ എങ്ങനെയാണ് പുളിഞ്ചി ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനു വേണ്ടി ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സ്പൂൺ കടുക് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കടുക് പൊട്ടിയ ശേഷം ചെറുതായി അരിഞ്ഞ ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ഞാൻ ഏകദേശം ഇവിടെ ഒരു 50 ഗ്രാം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇനി ഒരു 3 അല്ലി കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. അല്പം ഒന്ന് വാടിയതിന് ശേഷം പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഏകദേശം ഒരു 5 പച്ചമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ വറ്റൽമുളക് ചേർത്ത് കൊടുക്കുന്നില്ല. വറ്റൽമുളക് ചേർത്ത് കൊടുക്കണമെങ്കിൽ കടുക് പൊട്ടിയ ശേഷം കുറച്ച് വറ്റൽമുളക് കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. എല്ലാത്തിൻ്റെയും പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ചിലരൊക്കെ പുളിഞ്ചി ഉണ്ടാക്കുമ്പോൾ അരി വറുത്ത് പൊടിച്ച് ചേർക്കാറുണ്ട്. കൂടാതെ എള്ളും ചേർക്കാറുണ്ട് കേട്ടോ. ഞാനിവിടെ അതൊന്നും ചേർക്കുന്നില്ല. ഇങ്ങനെ തന്നെ ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ്. ഇഞ്ചിൻ്റെയും പച്ചമുളകിൻ്റെയും ഒക്കെ കളറ് മാറി വന്നിട്ടുണ്ട്. കൂടാതെ പച്ച സ്മെല്ലും മാറിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. നേരത്തെ തന്നെ ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ച പുളിയാണ്. അപ്പോൾ നന്നായി പെട്ടെന്ന് തന്നെ ഊറി കിട്ടും. പുളി ഞാനിവിടെ അരിച്ചാണ് ചേർക്കുന്നത്. പുളി എപ്പോഴും അരിച്ച് ചേർക്കുന്നത് തന്നെയാണ് നല്ലത്. അതിൽ കരടൊക്കെ വരാൻ ചാൻസ് കൂടുതലാണ്. പുളിഞ്ചി ഉണ്ടാക്കാൻ ഏറ്റവും നല്ലത് നല്ല കറുത്ത പഴകിയ പുളിയാണ്. അങ്ങനെ അതിലുണ്ടാക്കുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതലുള്ളത് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇതിപ്പോൾ കടയിൽ നിന്ന് വാങ്ങിയ സാധാരണ പുളിയാണ് കേട്ടോ. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായ ശർക്കര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 4 ശർക്കര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി വേണമെങ്കിൽ മധുരം നോക്കിയിട്ട് അപ്പോൾ ചേർത്ത് കൊടുക്കാം. പുളിഞ്ചിയിൽ പുളിയും മധുരവും ഏകദേശം സമാസമായി നിൽക്കണം. അപ്പോഴാണ് പുളിഞ്ചിക്ക് കുറച്ചുകൂടി ടേസ്റ്റ് കൂടുന്നത്. ഞാനിവിടെ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ മധുരം കുറവാണ്. അതുകൊണ്ട് ഒരാണ് ശർക്കര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് അടച്ച് വെക്കാം. ഇത് നന്നായി കുറുകി വറ്റി വരണം. അല്പം ഒന്ന് കുറുകി കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും ഇളക്കിക്കൊണ്ടിരിക്കുന്നതാണ് നല്ലത്. കാരണം ഇത് പെട്ടെന്ന് അങ്ങ് തിക്കായി വരും കേട്ടോ. പകുതിയോളം കുറുകി കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിലിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഇനി ഇതിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ കല്ലുപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. നന്നായി കുറുകാൻ തുടങ്ങിയാൽ പിന്നെ നമ്മൾ നോക്കി നിൽക്കണം. നന്നായി എപ്പോഴും ഇളക്കി കൊടുക്കണം. കൂടുതലായിട്ട് തിക്കായി വന്നാൽ ഇത് പശ പോലെ ആയി മാറും. അപ്പോൾ പിന്നെ ഇതിൻ്റെ യഥാർത്ഥ രുചി കിട്ടില്ല കേട്ടോ. അല്പം കൂടി ഒന്ന് തിക്കാവാനുണ്ട്. അല്പം നേരം കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു തിക്നെസ് മതി. ഗ്യാസ് ഞാനിവിടെ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇത് ഇരിക്കും തോറും കുറുകി വരും കേട്ടോ. അല്പം നേരം കൂടി കഴിഞ്ഞാൽ നല്ല സെറ്റായിട്ട് വരും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ.